നമ്മുടെ ഇതിൻ്റെ ഓഡിയോ ലോഞ്ചിങ് ആണ്. മില്ലീനിയം ഓഡിയോസാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ഗാനങ്ങൾ നമ്മുടെ ശ്രോതാക്കളിൽ അല്ലെങ്കിൽ പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. മില്ലീനിയം ഓഡിയോസിന്റെ എല്ലാമെല്ലാമായ സജി മില്ലീനിയത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മുടെ ഈ സിനിമയിലൂടെ ഒരാളെ കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് മുബീന്റെ അനിയൻ തന്നെയാണ് ഷിയാൻ. അഭിനയിച്ചവരും നമ്മളുടെ ടെക്നീഷ്യൻസും ഒക്കെ ഒരുപാട് പേരുന്നുണ്ട്. അവരെ പതിയെ നമുക്ക് വിളിക്കാം. കാരണം എല്ലാവരും വന്ന് സ്റ്റേജിൽ അതിന് താങ്ങാനുള്ള ബലം ഉണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ പേരിൽ ക്ഷമിക്കുക. ഇനി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിനെ ഓഡിയോ ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ, എനിക്ക് വേറെ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല, എൻ്റെ സ്വന്തം സഹോദരൻ ശ്രീ ദിലീപിന് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമിത പ്രമോദ്. എൻ്റെ ആദ്യ ചിത്രം അമർ അക്ബർ അന്തോണി എന്ന സിനിമയിലെ നായിക, പിന്നെ ഈശോയിലെ ആയി. ആ സിനിമ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അമർ അക്ബർ അന്തോണി ആദ്യമായിട്ട് നിർമ്മിച്ച നിർമ്മാതാക്കൾ ആലുവിൻ ആന്റണി ചേട്ടൻ, പ്ലീസ് ആലുവിൻ ആന്റണി ചേട്ടൻ. ഇപ്പോൾ പിന്നെ ഈ സിനിമ തുടങ്ങാൻ കാരണക്കാരൻ എൻ്റെ പ്രിയ സുഹൃത്ത് സൈലൻസ് എബ്രഹാമാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ ആ മംഗളകർമ്മത്തിലേക്ക് കിടക്കുന്നു. ആദ്യത്തെ ആ സോങ് ഇന്ന് ഇവിടെ റിലീസ് ചെയ്യുകയാണ്. ഈ സിനിമയിൽ 5 ഗാനങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ ഗാനം ഇന്ന് ഇവിടെ റിലീസ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ LED വാളിൽ കാണാവുന്നതാണ്. അതിൻ്റെ ഓഡിയോ ലോഞ്ച് ഇല്ല, CD ഇതൊന്ന് ഓപ്പൺ ചെയ്തു. ദിലീപേട്ടനും നമിതയും ചേർന്ന് പ്രേക്ഷകർക്ക് വേണ്ടി അത് സമർപ്പിക്കുകയാണ്. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ഫസ്റ്റ് സോങ് ഞങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. നിറഞ്ഞ കയ്യടി കൊടുക്കുന്നത് കൊച്ചിയുടെ പേരിലുള്ള ഈ സിനിമ പുതിയ നായകൻ വരാൻ പോവുകയാണ്. വൺസ് അപ്പോൺ എ ടൈം കൊച്ചി. നമ്മുടെ കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന സിനിമയിലൂടെ വിഷ്ണു നായകനായിട്ട് വന്നു. ഇപ്പൊ പുതിയ നായകൻ മുബീൻ വന്നിരിക്കുകയാണ്. ദിലീപ് ഒരു 2 വാക്ക് സംസാരിച്ചിട്ട് ബാക്കി നമുക്ക് ഇതിന്റെ ഓഡിയോ ലോഞ്ച്. ഇതിന്റെ ഈ പാട്ട് എഴുതിയ ആള് ഇവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, സുഹേൽ ഭയ്യ. ഇവിടെ ലേറ്റായി വന്നോ? എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ സാധിച്ചത്. നമ്മളാരും ഞാനും നമിതയൊന്നും ഈ സിനിമയിലില്ല, പക്ഷേ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് ഒരുക്കുന്നൊരു സിനിമ തന്നെയാണ്. ആദർശയാണെങ്കിലും റാഫിയാണെങ്കിലും അങ്ങനെയുള്ള ബന്ധമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ റാഫിയുടെ ഒരുപാട് ഹിറ്റ് സിനിമകളിൽ എനിക്ക് അഭിനയിക്കാൻ അവസരമുണ്ടായി. അതുപോലെ തന്നെ
ഒരുപാട് കാലത്ത് സൗഹൃദമുണ്ട് ഞാൻ നാഗേഷൻ തമ്മിൽ. പക്ഷേ നാദിർഷയുടെ സിനിമയിൽ യേശു വീടിൻ്റെ നാഥൻ എന്ന സിനിമയിലാണ് ഞാൻ അഭിനയിച്ചത്. ഇന്ന് റാഫിബയുടെ മകൻ ഞാൻ ചെറുപ്പം മുതൽ കാണുന്നതാണ്. ആൾ വല്ലാത്ത പണം അങ്ങനെ നായകനായിട്ട് മലയാള സിനിമയിലേക്ക് വന്നിരിക്കുകയാണ്. വലിയ സന്തോഷം. പിന്നെ നാദിർഷനെ സംബന്ധിച്ച് ഏത് സിനിമയും കാരണം മനസ്സിൽ സംവിധായകനാവുക എന്നുള്ള മോഹത്തോടു കൂടി തന്നെയാണ് ഞാനത് ഈ അടുത്ത കാലത്താണ് അറിഞ്ഞത് സിനിമ സംവിധാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ. അത്രയും ശക്തമായിട്ടുള്ള ഒരു ഗംഭീര വരവ് ആദ്യം എന്നെ വെച്ച് പ്ലാൻ ചെയ്ത ആളാണ്. അപ്പം ഞാൻ സംവിധാനം പഠിച്ചിട്ട് വരാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നാദിർഷ എല്ലാവർക്കും അറിയാം. പൃഥ്വിന്, ജയസൂര്യ, ഇന്ദ്രജിത്ത്, ആസിഫ് അലി എല്ലാവരും വിളിച്ചിട്ട് നമിത. അങ്ങനെ ഞാൻ കാര്യങ്ങൾ മനസ്സിലായി. ഇവൻ രണ്ടും കൽപ്പിച്ചിട്ടുള്ള വരവാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ എന്തായാലും ജയിച്ച് അടങ്ങുള്ളൂ എന്നുള്ളൊരു രീതി ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ നാഴ്ചത്തോളം ഞാൻ ആ സിനിമ നിർമ്മിച്ചോട്ടെ എന്ന് ചോദിച്ചു. കാരണം എന്തായാലും ആ സിനിമകൾ വിജയിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ എനിക്ക് അതിൻ്റെ നിർമ്മാണം എൻ്റെ ഒരു സുഹൃത്തായ ആൽവിനാഗിരി കൊണ്ടുപോയി. പിന്നെ എല്ലാം നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ആയതുകൊണ്ട് നമ്മളത് ശ്രമിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു. കട്ടപ്പനയിൽ ഋതിക് ആ സിനിമ നിർമ്മിക്കാൻ അവസരമുണ്ടായി. അങ്ങനെ വിഷ്ണു വന്നു. ഇന്ന് ഈ സിനിമയുടെ നിർമ്മാതാവായിട്ട് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളെയാണ് അവന് നിർമ്മാതാവായിട്ട് കിട്ടിയിരിക്കുന്നത്. അല്ല നിക്കറ് കിട്ടുമ്പോൾ അല്ല, സാറിങ്ങനെ നിക്കറിട്ട് വന്നപ്പോൾ എനിക്കൊരു കാര്യത്തിൽ ആശ്വാസമുണ്ട്. സാധാരണ ഒരു സംവിധായകൻ സംവിധാനം ചെയ്ത നിർമ്മാതാവിൻ്റെ കളസം കീറി എന്ന് സാധാരണ പറയാറുണ്ട്. കളസം കീറിയിട്ടില്ല എന്നർത്ഥം ധരിച്ചിരിക്കുകയാണ്. പാൻറ് ഊരിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ആദ്യം വിചാരിച്ചത് ചെറുപ്പത്തിൽ പാൻറ് ഇട്ടിട്ട് നനച്ചപ്പോൾ എന്തായാലും നിങ്ങളുടെ സിനിമ ഗംഭീരമാവട്ടെ, വലിയ രീതിയിൽ വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കാരണം ഓരോ സിനിമയുടെ വിജയവും മലയാള സിനിമയുടെ തന്നെ വലിയ വിജയം തന്നെയാണ്. നിങ്ങളെല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഓഡിയോ ലോഞ്ച് അല്ലേ നമ്മൾ ഈ പാട്ട് റിലീസ് ചെയ്തായിട്ട് അറിയിക്കുന്നു. എല്ലാവർക്കും ഐശ്വര്യം നമ്മൾ നേരുന്നു. അതുപോലെ നമ്മുടെ ഒരു സിനിമ വരുന്നുണ്ട്, തങ്കമണി എന്ന് പറഞ്ഞ സിനിമയാണ്. ഒന്ന് വരണം, അതിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾ പുറകെ വരാം. വലിയ സന്തോഷം ഇതേ കൊടുക്കും. എവിടെയാ എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. വൺസ് അപ്പോൺ എ ടൈമിൽ കൊച്ചിയിൽ വന്ന് ഈ ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷന് വരാൻ സാധിച്ചത്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പൂജാ ഫംഗ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ ഞങ്ങൾ എല്ലാവരും ഈഗറായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ സിനിമ കാണാനും ഇതിൻ്റെ പാട്ടുകൾ കാണാനും. കാരണം ഇവരെല്ലാവരും എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടവരാണ്. ഈ സിനിമയിലെ എല്ലാ ടെക്നീഷ്യൻസിനും, നാദർഷിക്കും റാഫിക്കും ഇതിലെ എല്ലാ ടെക്നിക്കൽ ക്രൂ മെമ്പേഴ്സിനും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ആൻഡ് വിത്ത് ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ. ദേവിക, മാളവിക, ചേച്ചി എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഇതൊരു അടിപൊളി സിനിമയാവട്ടെ, ഹിറ്റാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചെയ്തിട്ടുള്ള സിനിമയാണ്. താങ്ക് യു.